CDBയുടെ സബ്സിഡി എടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ബേസിസിലാണിത്. സെൻട്രൽ ഗവൺമെന്റ് ഇതായതാണ്. ഓൾ ഇന്ത്യ ബേസിസിലാണ് പോകുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേട്ടോ യൂണിറ്റുകൾ സബ്സിഡി കിട്ടുന്നത്. പിന്നെ തമിഴ്നാട്, കർണാടക ഉണ്ട് 544. ഇനി കേരളത്തിൽ 234 യൂണിറ്റുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇതെല്ലാം കൂടെ ചേർന്ന് 125 യൂണിറ്റുകൾ. അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 43 യൂണിറ്റുകളാണ് കേരളത്തിൽ. ഇതിപ്പം കൊപ്രയും ഓയിലും എല്ലാം കൂടെ ചേർന്ന് 125. അതല്ലാതെ സെക്കൻഡായിട്ട് കിട്ടുന്നത് വെർജിൻ ഓയിൽ യൂണിറ്റുകളാണ് കൂടുതലും സബ്സിഡി എടുക്കുന്നത്. പിന്നെ DCയുടെ യൂണിറ്റുകളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് കൂടുതലുള്ളത് എന്ന് പറയുമ്പോൾ വെള്ള കളറിൽ നമ്മുടെ റോസ്റ്റ് ചെയ്തെടുത്ത ബ്രൗൺ കളറാണ്. പച്ചത്തേങ്ങ അരച്ചെന്ന് പറയുമ്പോൾ വെള്ള പച്ചത്തേങ്ങ അല്ല ശരിക്കും അരക്കുന്നത്. നമ്മൾ പച്ചത്തേങ്ങ മീൻ കറികൾക്കൊക്കെ ചേർക്കുന്നുണ്ടല്ലോ തേങ്ങ അരച്ച്. ഇത് ശരിക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് അരക്കുന്നത്. അങ്ങനെ അരച്ചാൽ 1 വർഷം വരെ കേടുകൂടാതെ അതും ഇതേപോലെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ലഭ്യമാണ്. ആദ്യം വറുത്തരച്ച പാക്കറ്റുകൾ. CDBയുടെ കയ്യിലുള്ള ടെക്നോളജികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്: സ്പ്രേ ഡ്രൈഡ് കോക്കനട്ട് മിൽക്ക് പൗഡർ, പ്രിസർവേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് ടെൻഡർ കോക്കനട്ട് വാട്ടർ. അതിൻ്റെ ഫീസും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. വെർജിൻ കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രോസസ്, അതിൻ്റെ ടെക്നോളജി CDBയിലുണ്ട്. പിന്നെ ബ്ലെൻഡഡ് കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് സ്പ്രെഡ്, ഇതിൻ്റെയൊക്കെ ടെക്നോളജി നമ്മൾ പേറ്റന്റ് എടുത്ത ടെക്നോളജികൾക്ക് കുറച്ച് ഫീസ് കൂടുതലാണ്. ഇതല്ലാതെ കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റിയ വേറെ കുറച്ച് ടെക്നോളജീസും ഉണ്ട്. ഇനി ഞങ്ങൾ വരുന്ന സ്ഥാപനം ഞാൻ പറഞ്ഞല്ലോ, ആലുവ വാഴക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന CDB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. ഇതിന്റെ ട്രെയിനിങ് ആയിട്ട് അല്ലാതെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടെ നമുക്ക് അത്യാവശ്യം മെഷീനറീസ് ഉണ്ട്. ഇപ്പം വിഷ്ണു പറഞ്ഞല്ലോ കുറേ ഷെല്ലിങ് എന്നൊക്കെ പറഞ്ഞല്ലോ. നമുക്ക് തേങ്ങ പൊതിക്കുക ആലുവ വാഴക്കുളം. അതുണ്ട്. കൊടീസിയ അല്ലെ, കോയമ്പത്തൂർ അതുണ്ട്. അതല്ലാതെ നമുക്ക് പ്രോസസ്സ് കാണാൻ പറ്റുമോ? ഇത് നാളികേര ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ്, നമുക്ക് അത്യാവശ്യം മെഷീനറീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ലാബ് ഉണ്ട്. ഇത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം വാഴക്കുളത്താണ്, ആലുവ വാഴക്കുളത്താണ്. ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ ആണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആലുവ ഏകദേശം 8 കിലോമീറ്റർ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അവിടെ നമുക്ക് പ്രധാനമായിട്ട് ട്രെയിനിങ് സെന്റർ ഉണ്ട്. അതുപോലെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ് ഉണ്ട്. അപ്പം നമുക്ക് ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്യുമ്പോൾ FSSAI നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ പ്രിന്റ് ചെയ്തിരിക്കണം എന്ന് അവരുടെ നിർബന്ധമായിട്ടും പറയുന്നത്. അപ്പോൾ അത് മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ലാബ് ഉണ്ട് നമുക്ക്. അവിടെ നിങ്ങൾ പ്രോഡക്ട്സ് കൊണ്ടുവന്നാൽ ടെസ്റ്റ് ചെയ്ത് തരാം. ആ റിപ്പോർട്ടിന് വാല്യൂ ഉണ്ട്. NABL അക്രഡിറ്റഡ് ആണ്, ഗവൺമെന്റ് ലാബാണ്, NABL അക്രഡിറ്റഡും ആണ്, നാഷണൽ അക്രഡിറ്റേഷൻ ഉള്ള ലാബാണ്. അപ്പോൾ CDBയുടെ ലാബ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉണ്ട്. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്, 4 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പം ഈ ട്രെയിനിങ്ങിൽ നമ്മൾ വെറുതെ ഒരു പ്രോഡക്റ്റ് കാണിക്കുകയല്ല, നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി, ട്രെയിനീസിനെ കൂടെ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. 1 ദിവസത്തെ ട്രെയിനിങ്ങിൽ 5 ഉൽപ്പന്നങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രോഷർ തരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഫീയും കാര്യങ്ങളും